അസ്സലാമു അലൈക്കും ഹായ് ഓൾ. നമ്മളില്ലേ നാളെ ഒരു യാത്ര പോകുന്നുണ്ട്. അതിൻ്റെ സന്തോഷത്തിലാട്ടോ ഞാൻ. ഇത് ഈ ചക്കയില്ലേ കാറ്റടിച്ചിട്ട് വീണതാണ്. നമ്മളിവിടെ ഒരു പിലാവുണ്ട്. ലാസ്റ്റ് ടൈമിലേ അത് ഉണ്ടാവുള്ളൂ. ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു ടൈമിലാണ് ആ ചക്ക പഴുക്കുകയും ചെയ്യുക. പക്ഷെ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല, ഫുള്ള് മഴ കൊണ്ടിട്ട്. അപ്പോൾ പിന്നെ ഈ ഒരു ഇടിച്ചക്ക കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് നമുക്ക് ഇടിച്ചക്ക ആക്കിയെടുക്കാം. പിന്നെന്താ, ഇത് വേണമെങ്കിൽ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാനും എടുക്കാം കേട്ടോ. ഇപ്പോൾ കട്ട്ലേറ്റ് ഒന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല, ശരിക്ക് എൻ്റെ ആ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ പിന്നെ എണ്ണയിലുള്ളൊന്നും അധികം വേണ്ട എന്നുള്ളതുകൊണ്ട് പിന്നെ അതങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ വിചാരിച്ച് കട്ട്ലേറ്റ് ഭയങ്കര എനിക്ക് ഇഷ്ടം കേട്ടോ, ഈ ഇടിച്ചക്കൻ്റെ കട്ട്ലേറ്റ്. ശരിക്കും നമ്മൾ നല്ലപോലെ ബീഫ് ഇട്ടിട്ട് വെക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും ആ ഒരു കട്ട്ലേറ്റ്. അപ്പോൾ ഇന്ന് ഫുൾ നമ്മൾ വെജിറ്റബിൾ ആണ്. കുറേ ദിവസമായി ബീഫ് തന്നെ കഴിച്ച് കഴിച്ച് വയറെല്ലാം നല്ല പരുവത്തിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ബീഫ് എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം അങ്ങനെ കുറേയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. 2 പൊതി മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ആ 2 പൊതി നമ്മൾ ഇവിടെ ഞാൻ തന്നെ കഴിക്കണം, കാരണം ഞാനും മോളും, ഹസ്ബൻഡിന് ഒട്ടും ബീഫ് ഇഷ്ടമല്ല. പിന്നെ അങ്ങനെ നമ്മൾ ഇന്ന് അതുകൊണ്ട് തന്നെ എല്ലാം വെജിറ്റബിൾ ഉണ്ടാക്കി നല്ലൊരു ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചേട്ടാ. അങ്ങനെ പപ്പായ കറി ഉണ്ടാക്കുക, ഒരു തോരൻ ഉണ്ടാക്കുന്നുണ്ട് വഴുതനങ്ങയുടെ, പിന്നെ ഇടിച്ചക്കയുണ്ട്. അങ്ങനെ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം പിന്നെ കുറേ ദിവസം പച്ചക്കറി കഴിക്കാതിരിക്കുമ്പോൾ നമുക്ക് അത്ര നല്ലതല്ല. വല്ലപ്പോഴും നമ്മൾ ഒരു ഫുൾ വെജിറ്റബിൾ മീൽസ് റെഡിയാക്കി എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ നാളെ ഞാൻ യാത്ര പോകുന്നതുകൊണ്ട് തന്നെ നല്ല ഉഷാറുണ്ട് ഇന്ന്. കാരണം എനിക്ക് വയ്യായിക അങ്ങനെയല്ല, നമ്മൾ എവിടെയെങ്കിലും പോകണമെന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പം നമുക്ക് എത്ര കയ്യില്ലെങ്കിലും ഒരു പരിധി വരെ നമുക്ക് ആ ഒരു മനസ്സിൻ്റെ സന്തോഷം കൊണ്ട് ആരോഗ്യം വീണ്ടും കിട്ടും. അങ്ങനെ എനിക്ക് വയ്യാത്ത കാരണം വന്നിട്ട് എല്ലാം കട്ട് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഈ ഒരു പപ്പായയും തോരൻ വെക്കാനുള്ളതൊക്കെ ഇടിച്ചൊക്കെ ഞാൻ തന്നെ കട്ട് ചെയ്ത്, കാരണം അവർ അത്ര പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്നൊന്നും ചക്ക ഒന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെന്താ, ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വേണം പിന്നെ വൈകുന്നേരം ഒന്ന് പുറത്ത് പോകാനുണ്ട്. അത്യാവശ്യം നമുക്ക് ട്രെയിനിൽ നിന്ന് എന്തെങ്കിലും കഴിക്കണ്ടേ, അതൊക്കെ ഒന്ന് സ്നാക്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. കാരണം ട്രെയിനിൽ നിന്ന് നമുക്കൊന്നും വാങ്ങിച്ച് കഴിക്കാൻ പറ്റില്ല. ഈ ഇടിച്ചക്ക ഇതേപോലെ വേഗം വെന്ത് കിട്ടും കേട്ടോ. ഒരു 3 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെക്കുക. ഇതിപ്പോൾ ഓവറായിട്ട് കുക്കായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത്ര കുക്കാണൊന്നുമില്ല. ഒന്നൊരു നമ്മുടെ ആ ഒരു ചതുക്കുന്ന ആ ഒരു കല്ല് വെച്ചിട്ട് ഒന്നിങ്ങനെ കുത്തി കൊടുത്താൽ എല്ലാം നല്ലപോലെ നമുക്ക് വരും. പിന്നെ ഇത് കട്ട് ചെയ്യണം. നമ്മൾ പച്ചച്ചക്ക സാധാരണ പുയ്ക്കൊക്കെ ആക്കുമ്പോൾ അത് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. നമ്മൾ ചക്കച്ചുള വേറെ കട്ട് ചെയ്യണം, കുരു വേറെ കട്ട് ചെയ്യണം. ഇതിപ്പോൾ അതൊന്നുമില്ല. പിന്നെ പപ്പായക്കറിയിലേക്ക് കുറച്ച് മഞ്ഞൾ, മുളക്, ഇത്തിരി ഉപ്പ് ഇട്ടിട്ടില്ലേ ഒന്ന് വേവിച്ചെടുക്കുക. ഈ ഒരു പപ്പായക്കറി ഭയങ്കര ടേസ്റ്റാണ്. ഇത് ചോറിന് മാത്രമല്ല, നമുക്കില്ലേ രാത്രി ചപ്പാത്തിക്കു കൂട്ടാൻ ഈ ഒരു കറി തന്നെ മതി. അങ്ങനെ പിന്നെ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ ഇടിച്ചക്കേനെ ഒന്ന് തോരനാക്കി എടുക്കണം. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ വറ്റൽ മുളകില്ലേ കഴുകി ഉണക്കി ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇത് കൈ കൊണ്ടില്ല, ഒന്ന് ഞരടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ ഫുള്ളായിട്ട് ആ ഫ്ലേവർ അങ്ങ് കഴിഞ്ഞ് കിട്ടും. നമ്മൾ ചില്ലി ഫ്ലേക്സ് ആക്കുന്നതിന് പകരമായിട്ട് കുറച്ചും കൂടി കൈ കൊണ്ട് ഞരടിയാൽ കുഞ്ഞു കുഞ്ഞായിട്ട് കിട്ടും കേട്ടോ. അല്ലെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്താലും മതി. കഴുകി ഉണക്കി എപ്പോഴും നമുക്ക് വറ്റൽമുളക് ഒരു കവറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ വേവിച്ചുടച്ച ആ ഒരു ചക്ക ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു വെളിച്ചെണ്ണയിലില്ലേ കുറച്ച് ചെറിയുള്ളി കൂടി ചേർത്ത് കിട്ടുമെങ്കിൽ ടേസ്റ്റ് ഒന്നുകൂടി കൂടും കേട്ടോ. എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഇല്ല. പിന്നെന്താ, നമ്മൾ ആ ഒരു മഞ്ഞളും മുളകും കുറച്ച് ആ ഒരു വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ച് തേങ്ങയും ഫസ്റ്റ് ഇട്ട് തേങ്ങയും ആ വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ചക്ക ചേർത്ത് കൊടുക്കേണ്ടത്. എന്നാലാണ് കുറച്ച് കൂടി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത് ഡ്രൈ ആക്കി എടുക്കുക. അത്രേ പണിയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇടിച്ചക്കൻ്റെ ആ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. ഒരു സൈഡിൽ പപ്പായക്കറി, പിന്നെ കുട്ടിയൊക്കെ എന്തെങ്കിലും ഒന്ന് വേണം കേട്ടോ. വെറും പച്ചക്കറി വെച്ചിട്ട് അവർ കഴിക്കില്ല. വഴുതനങ്ങ തോരൻ, അതുകൊണ്ട് കുറച്ച് ചിക്കനും ഞാൻ ഫ്രൈ ആക്കിയെന്നുണ്ട് സൈഡായിട്ട്. ഈ ഒരു പപ്പായക്കറിയിലേക്ക് ഞാൻ തേങ്ങാപ്പാലാണ് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. തേങ്ങ അരച്ചിട്ടല്ല ചേർത്ത് കൊടുക്കുന്നത്. പപ്പായക്കറിക്ക് എനിക്ക് എപ്പോഴും ഇഷ്ടം തേങ്ങാപ്പാൽ വെക്കുന്ന ആ ഒരു കറിയാണ്. തേങ്ങ അരച്ചിട്ട് അത്രയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല. സാധാരണ നമ്മൾ മറ്റുള്ള പച്ചക്കറി പോലെയല്ല, പപ്പായക്ക് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ തന്നെയാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും ഒന്നുകൂടി പൊട്ടിച്ചിട്ട് ഈ ഒരു പപ്പായക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വറ്റൽമുളക് എന്തായാലും പപ്പായക്കറിയിൽ ചേർക്കണം കേട്ടോ. അത് അന്നേരം ആ തേങ്ങാപ്പാലും ഈ ഒരു വറ്റൽമുളകും പപ്പായയും കൂടി ഒക്കെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചപ്പാത്തിക്കും കഴിക്കാം, വേണമെങ്കിൽ ഇടിയപ്പത്തിന് പോലും കഴിക്കാം. അത്രയും ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടം, ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം ഈ ഒരു രീതിയിൽ കറി വെച്ചാൽ. പപ്പായ പിന്നെ നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ. കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ കറി വെക്കുക, തോരൻ വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അങ്ങനെ ലഞ്ച് കഴിഞ്ഞ് ഒക്കെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോകുന്നുണ്ട്. കാരണം ട്രെയിനിൽ നിന്ന് കഴിക്കാൻ ഞാൻ എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളും വാങ്ങിക്കണമെന്നല്ല. ഇറങ്ങിയപ്പോൾ തൊട്ടുള്ള മഴയാണ്. മഴ കാരണം പിന്നെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള വീഡിയോസൊന്നും കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കടൽപ്പാലത്ത് പോയി കുറച്ച് ചായയും കുടിച്ച് അങ്ങനെ തിരിച്ച് വന്നു. പക്ഷേ ആ ഒരു സമയത്ത് മഴയായതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. പിന്നെ രാത്രി നിങ്ങൾക്കറിയാമല്ലോ, എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ ഒതുക്കി വെക്കാനുണ്ട്. അപ്പോൾ അലക്കുന്നത് വെച്ചിട്ട് പോകുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. നല്ലൊരു പരിക്കച്ചൊക്കെ ഇത് പഴുത്ത് വരട്ടെ കേട്ടോ. അതിന് നമുക്ക് കുറച്ച് റെസിപ്പീസൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അലക്കുന്നത് ഒരു സൈഡിൽ ഇട്ടോക്കി, ബാക്കി ഫുഡൊക്കെ നേരത്തെ തന്നെ കഴിച്ച് പാത്രങ്ങളൊക്കെ റെഡിയാക്കി കഴുകി വെക്കണം. പിന്നെ വേസ്റ്റ് ഒരു ദിവസത്തേക്കാണ് നമ്മൾ പോകുന്നത്, എന്നാൽ പോലും വേസ്റ്റ് ഒന്ന് നമ്മൾ കിച്ചണിൽ വെച്ചിട്ട് പോയാൽ വരുമ്പോഴത്തേക്ക് നല്ലോണം ഉറുമ്പ് കയറിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി വെച്ചിട്ട് വേണ്ടേ പോകണമെങ്കിൽ. അപ്പോൾ രാവിലെ യാത്ര എന്ന് പറഞ്ഞാൽ രാത്രി ഭയങ്കര ടാസ്ക്
തന്നെയാണ് എല്ലാം ഒന്ന് ഒതുക്കി വെക്കാന്നുള്ളത്. പിന്നെ ഒരിക്കലും ഞാൻ അലക്കാനുള്ള ഡ്രസ്സ് വീട്ടിൽ വെച്ചിട്ട് എവിടെയും പുറത്ത് പോക്കില്ല. ഹസ്ബൻഡ് ഇങ്ങനെ പറയുന്നത് രാത്രി മെഷീൻ എടുക്കുമ്പോൾ നമുക്ക് 6 to 10 മണി വരെ അങ്ങനെ എടുക്കുമ്പോൾ കറണ്ട് ബില്ല് കൂടുമല്ലോ, അതുകൊണ്ട് അലക്കണ്ട വന്നിട്ട് അലക്കാമെന്നൊക്കെ. പക്ഷേ എനിക്ക് സമാധാനം, ഞാൻ കംപ്ലീറ്റ് അലക്കിയൊക്കെ ചെയ്തിട്ട് രാവിലെ നമ്മൾ 5:40 ട്രെയിനാണ് ഇറങ്ങിയത്. പക്ഷേ ആ ഒരു സമയത്ത് നല്ല മഴയായിരുന്നു. നമ്മൾ സ്കൂട്ടിയിലാണ് റെയിൽവേ സ്റ്റേഷൻ വരെ വന്നത്. പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ മഴയത്ത് ഓടിപ്പിടിച്ച് ട്രെയിനൊക്കെ കയറിയിരുന്ന്. ട്രെയിനിൽ മഴയത്ത് യാത്ര നല്ലൊരു ഫീലാണ്. കാരണം അല്ലാതെ ട്രെയിൻ നമുക്ക് AC ഒന്നും ഇല്ലെങ്കിൽ ഭയങ്കര ചൂടായിട്ട് അത്രയ്ക്ക് സുഖം കിട്ടില്ല. ഇതിപ്പം രാവിലത്തെ ആ ഒരു ട്രെയിൻ അത്യാവശ്യം തിരക്കൊന്നുമില്ല. നമ്മൾ ബുക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ ഒരു പ്ലാൻ ചെയ്ത യാത്രയാണ്. അങ്ങനെ മുൻകൂട്ടിയിട്ട് പ്ലാൻ ചെയ്തതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ബുക്കിംഗ് ഒന്നുമില്ല. പക്ഷേ സീറ്റൊക്കെ കിട്ടി കയറുമ്പം തന്നെ പ്രശ്നമൊന്നുമില്ല. നല്ല സമാധാനപരമായിട്ട് സൈഡ് സീറ്റിലിരുന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ളൊരു യാത്രയും. ഇടയ്ക്കിടെ മഴ വരുമ്പോൾ നമ്മൾ ആ ഗ്ലാസ് അങ്ങ് താത്തിക്കളിയും. പിന്നെയും മഴ തോർന്നാൽ ഞാൻ പിന്നെയും പൊക്കി വെക്കും. അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ കുട്ടീനെ പോലെ ഇങ്ങനെ സൈഡിലിരുന്ന് അത് പ്രത്യേക ഒരു ഫീലാണ്. കുറേ കാലത്തിന് ശേഷം കേട്ടോ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഒരു യാത്ര പോകുന്നത്. എപ്പോഴും മക്കളും കൂടെ ഉണ്ടാവും. എനിക്ക് കുട്ടികളില്ലാണ്ട് പോകാമെന്ന് പറഞ്ഞാൽ ചെറിയ സങ്കടമുണ്ട്. പിന്നെ നമ്മൾ മെട്രോ ആണ്. ഞാൻ ഇതുവരെ കൊച്ചി മെട്രോ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. കാരണം നമ്മളെപ്പോഴും എറണാകുളത്ത് പോവുക കാറും കൊണ്ടാണ്. അപ്പോൾ പിന്നെ മെട്രോയിൽ കയറുന്ന പണിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു നോർത്തിൽ ഇറങ്ങിയാൽ അവിടുന്ന് നടന്നു പോകാനേ ഉള്ളൂ മെട്രോ, അത്രയേ ഉള്ളൂ. അങ്ങനെ മെട്രോയിൽ കയറി നമ്മൾ നേരെ പോകുന്നത് ലുലുവിലേക്കാണ്. മെട്രോൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നോർത്തിൽ ഇറങ്ങിയാൽ ഒരു 200 മീറ്റർ നടന്നാൽ മെട്രോ സ്റ്റേഷനെത്തി. പിന്നെ അവിടുന്ന് മെട്രോ കയറിയാൽ നേരെ ലുലുവിലേക്ക് മെട്രോൻ്റെ എൻട്രൻസ് ഉണ്ട്. ഇറങ്ങി അതിലേ നടന്നാൽ മെട്രോൻ്റെ ഉള്ളിൽ തന്നെ നടന്നാൽ നമുക്ക് ലുലുവിലേക്ക് എൻട്രൻസ് ഉണ്ട്. അപ്പോൾ പുറത്തിറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലേഡീസ് ആയിട്ട് ആരെങ്കിലും ഇങ്ങനെ പോകാൻ എറണാകുളം ഒന്ന് പോയി വരണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഐഡിയ ആണ്. നമുക്ക് ട്രെയിനിൽ പോവാം, അവിടെ നേരെ മെട്രോ കയറാം. മെട്രോന്ന് തന്നെ എല്ലാവരുടെയും ഒന്ന് ലുലു പോയി അങ്ങനെ നമുക്ക് തിരിച്ച് മറൈൻ ഡ്രൈവ് പോകാം. അങ്ങനെയൊക്കെ നമുക്ക് മെട്രോ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും. അങ്ങനെ നമ്മൾ മെട്രോ ഇറങ്ങി നമ്മൾ നേരെ ലുലുവിലേക്ക്. ലുലുവിൽ ഇങ്ങനെ ഒരു എൻട്രൻസ് അവർ കൊടുത്തുകൊണ്ട് ഭയങ്കര ഹാപ്പി. പുറത്തിറങ്ങി ആ ചളിയും ചൊത്തിയൊന്നും വേണ്ടല്ലോ, നേരെ തന്നെ അങ്ങ് കയറാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രഷ് ആവണം, അതിനുശേഷം നിസ്കരിക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ ലുലു വരാൻ കാരണം അതുകൊണ്ടാണ്. നല്ല വൃത്തിയുള്ള ബാത്റൂം ആയിരിക്കും. നമുക്ക് പ്രെയർ ഹാള് നല്ല വൃത്തിയുള്ളതാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് സെറ്റാവാമല്ലോ. ഫുഡൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല. രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ചായ കുടിച്ചതേ ഉള്ളൂ. നല്ല വിശപ്പുണ്ട്. പക്ഷേങ്കിൽ നിസ്കരിച്ചിട്ട് സമാധാനത്തിൽ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനെപ്പോഴും ഇങ്ങനത്തെ സെക്ഷൻ്റെ അടുത്ത് വെറുതെ തൂങ്ങിപ്പിടിച്ച് നിൽക്കും. എൻ്റെ കൈ വലിച്ച് പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. കാരണം ലുലു സെലിബ്രിറ്റിയിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടാവും. ഞാൻ എപ്പോഴും പോലെ അവിടെ ഒന്ന് ജസ്റ്റ് കയറും കേട്ടോ. ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് വെയിറ്റ് ആക്കുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര സ്ലോ ആട്ടോ, നിസ്കരിക്കാൻ കുറച്ചധികം സമയമാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ കുറേ സമയം ഇങ്ങനെ ഇരുന്ന് വിശക്കുന്നുണ്ട് നല്ലോണം. പക്ഷേങ്കിൽ പിന്നെ ഷൗക്ക് വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റാക്കി നിൽക്കുന്ന കേട്ടോ. പിന്നെ ഒറ്റയ്ക്ക് ഏതെങ്കിലും ഷോപ്പിൽ കയറാം, വെറുതെ കയറാം, അങ്ങനെ ഒരാൾ കൂടി വേണം. എന്നാൽ വെറുതെ കയറിയിട്ട് വെറുതെ എല്ലാം കണ്ട് ഇങ്ങ് പോരാന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള കാര്യമാണ്. നമുക്ക് പ്രത്യേകിച്ചു സ്ത്രീകൾക്ക് എത്ര മടുപ്പില്ലാത്തൊരു കാര്യമാണ് ഷോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എത്ര വേണമെങ്കിൽ നിന്ന് കുറേ സാധനം വലിച്ചിട്ട് നോക്കിയെടുത്താൽ നമുക്ക് തളർച്ചയോ ക്ഷീണമോ ഒന്നും അന്നേരം അറിയില്ല. വീട്ടിലെത്തിയാലായിരിക്കും പിന്നെ കാലുവേദന, കൈവേദന, ഊരവേദന ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ആ ഒരു സമയത്ത് എത്രത്തോളം നടന്നാലും പ്രശ്നം ഉണ്ടാവില്ല. ഷോപ്പ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ വലിച്ചിട്ട് നോക്കുന്നതിനൊന്നും നമുക്ക് അത്ര ടയർഡ്നെസ് തോന്നില്ല. പിന്നെ ആണ് ഉണ്ടാവുക. അതെല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെ ഞാൻ നമ്മൾക്ക് ഹൈപ്പറിൽ പോയിട്ട് ഫുഡ് അവിടുന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് പിന്നെ പുറത്തേക്ക് ഇറങ്ങാനും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒന്നാമത് എനിക്ക് വയ്യായ്ക ഉണ്ട് കുറച്ച്. അതോടൊപ്പം തന്നെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഒരു ടെൻഷൻ. ഇവിടെ ആകുമ്പോൾ ഇഷ്ടം പോലെ സാലഡിന് പിന്നെ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ സാലഡ് നല്ലൊരു പിന്നെ എടുക്കണമെന്ന് എനിക്ക് നന്നായിട്ട് സാലഡ് കഴിക്കുക എന്നുള്ളത് കൊണ്ട് ഞാൻ ലുലുവിൽ തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്നാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ചിക്കന് 100 ഗ്രാം 200 ഗ്രാം അങ്ങനെ എത്രയും വേണ്ട ചെറിയ ക്വാണ്ടിറ്റി വാങ്ങിച്ച് സാലഡും വാങ്ങിച്ച് അതിനൊപ്പം കഴിക്കാം, കുബൂസോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ച് നമുക്ക് ഫുഡ് കോർട്ട് പോയിട്ട് കഴിക്കാം. അങ്ങനെ കേട്ടോ നമ്മൾ കുറച്ച് ബ്രോസ്റ്റഡും പിന്നെ വേറൊരു ചിക്കൻ ടിക്കയും അങ്ങനെയാണ് വാങ്ങിച്ചത്. പിന്നെ കുറച്ച് സ്പൈസി, ഇക്കാക്ക് നല്ല സ്പൈസി വേണം. അതുകൊണ്ട് അവർ ചിക്കൻ ടിക്ക, ഞാൻ ബ്രോസ്റ്റഡ് ചൂടോടെ ബ്രോസ്റ്റഡ് പൊരിച്ച് അവർ ട്രയലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബ്രോസ്റ്റഡും പിന്നെ ഒരു സാലഡും അത്രയും. പിന്നെ ഇത് ഒരു ദിവസം നമ്മളില്ലേ ഫ്രണ്ട്സായിട്ടോ അങ്ങനെയൊക്കെയാണ്, നമ്മളത്തെ കുറച്ച് ദൂരത്തു നിന്നാണെങ്കിലും ഇങ്ങനെയൊന്നും ലുലുവിൽ പോയിട്ട് വെറുതെ വരാൻ നല്ല ഉണ്ടാവും എന്ന് ഞാൻ പറയുന്നു. എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണ്, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട സാലഡെല്ലാം കുറച്ചായിട്ട് ബോക്സിലേക്ക് വാരി ഇടുന്നുണ്ട്. കാരണം സാലഡ് എപ്പോഴും നമുക്കൊരു വീക്ക്നെസ്സാണ്. വീട്ടിൽ നിന്നില്ലേ സാലഡിനെല്ലാം സാധനങ്ങൾ വാങ്ങിച്ച് കട്ട് ചെയ്ത്
പിന്നെ അതിൻ്റെ ഡ്രസ്സിങ്ങൊക്കെ റെഡിയാക്കി ഒക്കെ ഭയങ്കര മെനക്കേട്. അപ്പോൾ നമ്മൾ എല്ലാ പണികളും കഴിഞ്ഞ് സാലഡിനായിട്ട് മെനക്കേടാൻ നിൽക്കില്ല. പിന്നെ ഫംഗ്ഷൻ വരുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ. അല്ലാണ്ട് ഒരാൾക്ക് കഴിക്കാനായിട്ട് നമ്മളത് ഭയങ്കര മടിയുള്ള കാര്യമല്ലേ. പ്രത്യേകിച്ച് എനിക്ക് കട്ടിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ളൊരു കാര്യം. ഉള്ളി കട്ട് ചെയ്യാനും വെജിറ്റബിൾ കട്ട് ചെയ്യാനൊക്കെ. അങ്ങനെ നമ്മൾ അമ്മൂസ് കുറച്ച് പിന്നെ സാലഡ്സ് തന്നെ മെയിനായിട്ട് ഞാൻ കുറേ സാലഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 ഐറ്റംസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഗുവാ സാലഡ്, പാരക്കയുടെ സാലഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടാറ് ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ മസാല ചേർത്തൊരു കുബൂസായിരുന്നു ഉണ്ടായിരുന്നത്, അതാണ് സൈഡായിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ അടിപൊളി ഫുഡായിരുന്നു, ഒന്നും പ്രശ്നമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്, പിന്നെ നല്ല വൃത്തിക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് ഫുഡും കഴിച്ച് നേരെ നമ്മൾ പിന്നെ മറൈൻ ഡ്രൈവിലേക്ക് പോകാമെന്നുള്ള, അവിടെ നിന്ന് തന്നെ നമുക്ക് ലുലു തന്നെ വീണ്ടും മെട്രോയിൽ കയറിയിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെ കുറേ സമയം നമ്മൾ ലുലുവിൽ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷമില്ലേ ഭയങ്കര റഷ് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്കൊരു വീഡിയോ പോലും എടുക്കാൻ പറ്റില്ല. അവിടെ കുറച്ച് ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ബെഡ്ഷീറ്റ് മാറ്റിനൊക്കെ. അപ്പോൾ ആ ഒരു സെക്ഷനിലൊന്നും നമുക്ക് പോകാൻ പറ്റില്ല, നല്ല തിരക്കാണ്. അപ്പോൾ പിന്നെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ലുലുവിൽ മെട്രോ കയറി നമ്മളിനി മറൈൻ ഡ്രൈവിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്രോഡ്വേ നിന്ന് കുറച്ച് ചായ കുടിക്കാൻ കയറി. പക്ഷേ സ്നാക്സ് ഐറ്റംസ് ഒന്നും നമുക്ക് വേണ്ട, നല്ല തലവേദന ഉണ്ട്, അതുകൊണ്ട് ചായ മാത്രം മതി എന്ന് വിചാരിച്ച്. കാരണം നമ്മൾ ലുലുവിന് അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കഴിച്ചിന്, പിന്നെ അങ്ങനെ വിശക്കുന്നൊന്നുമില്ല. അങ്ങനെ മറൈൻ ഡ്രൈവിലെത്തി, നല്ല അടിപൊളി ക്ലൈമറ്റാണ്, നല്ല രസമാട്ടോ ഇവിടുന്ന് ഇങ്ങനെ നടക്കാനായിട്ട്. പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞ പാട് പോയിട്ടുണ്ട് ഞാനിങ്ങനെ യാത്ര, മറൈൻ ഡ്രൈവിൽ തന്നെ പോയിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പോൾ കുട്ടികളെല്ലാം അതിന് ശേഷം ഇപ്പോഴാണ് മറൈൻ ഡ്രൈവ് പോകുന്നത്. കുട്ടികളെ കൂട്ടിയിട്ട് വന്നതിന് 1-2 പ്രാവശ്യം. ഞങ്ങൾ തനിച്ച് ഇപ്പോൾ ആണ് വരുന്നത്. അത് വേറെ തന്നെ ഒരു ഫീലാണ്. കുറേയായി നമ്മളിങ്ങനെ ഒരു യാത്ര പോകണമെന്ന് വിചാരിക്കുന്നത്, മക്കളെ ഒന്നും കൂട്ടാണ്. ലാസ്റ്റ് നിമിഷം ഞാൻ എപ്പോഴും പ്ലാൻ ചെയ്താൽ നമ്മൾ മക്കളെ കൂട്ടും, അവരില്ലാതെ പോകുമ്പോൾ എന്തൊരു സങ്കടമാണ്. ഇപ്പം രണ്ടാമത്തെ ആൾ 10th-ലാണ്, അതുകൊണ്ട് ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റില്ല. മൂത്താൾ പെരുന്നാൾ ലീവ് കഴിഞ്ഞ് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒക്കെ കൂടി അവർ വരുന്നില്ല. അവരും നമ്മളടുത്ത് കുറേ ദിവസമായി പറയുന്നത് നിങ്ങളൊന്ന് പുറത്ത് പോയിക്കോ. പക്ഷെ നമുക്ക് എന്തോ എനിക്ക് പ്രത്യേകിച്ചും അങ്ങനെ ഒരു മാനസികാവസ്ഥ ഇല്ലാത്തതുകൊണ്ടാണ് പോകാതിരുന്നത്. പിന്നെ ഈ ഒരു യാത്ര എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ എന്താ പറയുക, വലിയ രസമുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. പിന്നെ ഷൗക്കൂൻ്റെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചളിയടിക്കലും വെറുപ്പിക്കലും. അതുകൊണ്ട് അതിങ്ങനെ ആസ്വദിച്ച് ഒരു സൈഡിൽ ഞാൻ തളർന്നു നിന്നിട്ടുള്ളത്. കാരണം രാവിലെ മുതൽ തുടങ്ങിയതാണ് വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ. അത് ശരിക്കും ഷൗക്കൂനെ പേഴ്സണലി അറിയുന്ന ആൾക്കറിയാം, നമ്മളെ വെറുപ്പിക്കും ചളി പറഞ്ഞിട്ട്. അപ്പം അത് ഒരു സൈഡിൽ ഞാനിങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു യാത്ര എന്ന് പറയുമ്പോൾ പൊട്ടിത്തെറി പാടില്ലല്ലോ, അതുകൊണ്ട് സൈലൻ്റായിട്ട് പറയുന്നതൊക്കെ കേട്ട് നിന്നിട്ടുണ്ട് ഞാൻ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത്. ശരിക്കും ഇതെനിക്ക് പറയുമ്പോൾ ഭയങ്കര ചിരി വരുന്നുണ്ട്, കാരണം ആ സമയത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത്. വെറുതെ പൊട്ടാൻ തമാശ പറഞ്ഞിട്ട് ഞാൻ ചിരിക്കാതിരുന്നാൽ അതിനും പ്രശ്നമായിരിക്കും. പക്ഷേ എനിക്ക് ചിരിച്ചു കൊടുത്താൽ പിന്നെ വീണ്ടും അത് ആവർത്തിക്കും. അതുകൊണ്ടൊന്നും പറയാതെ തട്ടി മുട്ടി നമ്മളിങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു അടിപൊളിയാണ്. എന്തായാലും നിങ്ങളില്ലേ കുട്ടികളൊന്നും കൂട്ടാൻ ചെറിയൊരു അടുത്തെങ്കിലും പോയിട്ട് വന്നോക്ക്, അപ്പോൾ അറിയാം നമുക്ക് എന്തൊക്കെ നമുക്ക് സംസാരിക്കാനുണ്ടാവുന്നത്. പിന്നെ നമ്മൾ റൂമിലേക്ക് തിരിച്ചേട്ടാ. മറൈൻ ഡ്രൈവ് കുറച്ച് ചുറ്റിക്കണ്ട്, പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ മഴ വരുന്നുണ്ട്, അതിന് മുമ്പേ നമ്മൾ റൂമിൽ സെറ്റായി. കാരണം രാവിലെ എഴുന്നേറ്റ് തിരിച്ചു പോകണം, കാരണം എനിക്ക് കാലം നല്ലോണം വേദനയുണ്ട്. ലുലുവിൽ പോയാൽ മെയിനായിട്ട് നടന്ന് നമ്മൾ തളരും. അങ്ങനെ നടന്ന് രാവിലെ തന്നെയുള്ള യാത്രയല്ലേ. അപ്പോൾ രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ റൂമിൽ സെറ്റായി വന്നത്. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ റൂമിൽ വന്ന് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റിട്ട് തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ടാ. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്ക്, കുട്ടികളൊന്നും കൂട്ടാണ്ട് ഒറ്റയ്ക്ക് പോയിട്ടുള്ളതെന്നുള്ള. അങ്ങനെ പോകാൻ പറ്റുമെങ്കിലും മക്കൾ ഇപ്പോൾ എവിടെയെങ്കിലും, ഞാനിപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് ആക്കിയത് കൊണ്ടാണ് പോകാൻ പറ്റിയത്. എന്നാലും നല്ല യാത്രയായിരിക്കും. പിന്നെ കുറച്ചും കൂടി നമുക്ക് സംസാരിക്കാനോ, എങ്ങനെ സംസാരിച്ചാലും ലാസ്റ്റ് നമ്മളെ പ്രാരാബ്ദങ്ങളുടെ മേലെയായിരിക്കും നമ്മൾ വന്നെത്തുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ പറയുന്ന ആ ഒരു കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇത്രയും വർഷം നമ്മൾ ഒരുമിച്ച് ജീവിച്ച ആൾക്കറിയാം. നമ്മൾ ആ ഒരു യാത്രയുടെ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ, പ്രണയം എന്ന് പറഞ്ഞാൽ അതിൽ പ്രണയം മാത്രമേ ഉള്ളൂ. ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രണയം വരുമോ എന്ന് വെച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ അവിടെ നമുക്ക് പ്രാരാബ്ദങ്ങളുടെ കെട്ടുകഥകളായിരിക്കും പറയാൻ മാത്രം ഉണ്ടാവും. ഏതൊരു ലൈഫിൽ നോക്കിയാലും നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഉണ്ടാവും, നമ്മൾ എന്തൊക്കെ മറക്കാൻ ശ്രമിച്ചാൽ. പക്ഷേ ഇല്ലേ, ആ ഒരു നമ്മളെന്ത് തുറന്ന് പറയാൻ, ഒരു പാർട്ട്ണറോട് നമുക്ക് എന്ത് തുറന്ന് പറയാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ, ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളാണെങ്കിൽ, ഇനിയിപ്പോൾ എത്ര നമ്മൾ പറഞ്ഞാലും നമ്മൾ ആ ഒരു മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എപ്പോഴും മനസ്സ് തുറന്ന് ഞാൻ എന്തുണ്ടെങ്കിലും ഓൺ ദ സ്പോട്ട് ചോദിക്കും. അത് ക്ലിയർ ആക്കിയിട്ട് അടുത്ത സ്റ്റെപ്പ് ഞാൻ വെക്കുള്ളൂ. അല്ലാണ്ട് അത് മനസ്സിലിട്ട് അവിടെ കുഴിച്ച് മൂടി പിന്നെ അത് പകവെച്ച് അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്തായാലും രണ്ടറ്റത്തു നിന്ന് കൂട്ടി യോജിപ്പിച്ച ആൾക്കാരാണ്. 2 ഫാമിലി, 2 വളർന്നു വന്ന സാഹചര്യങ്ങളൊക്കെ ഡിഫറൻസാണ്. അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളം ഉണ്ടാവും.
ചിലപ്പോൾ ഞാൻ പറയുന്നതോ ഞാൻ ചിന്തിക്കുന്നിടത്തോ ആയിരിക്കില്ല ഹസ്ബൻഡിൻ്റെ ചിന്തയും സംസാരവും ഒന്നും ആ സൈഡിൽ എത്തുന്നുണ്ടാവില്ല. ചിലപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും ആ ഒരു സൈഡിലേക്ക് എൻ്റെ ഇതും എത്തിപ്പെടില്ല. അപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു ഈ സമയത്ത് നിങ്ങളെപ്പോലെ തന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന മഴ. അപ്പോൾ അതിന് നല്ലൊരു മറുപടി തന്നിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ തന്നെ, പക്ഷേ എല്ലാം ഒരു തമാശ നമ്മൾ കണക്കിലെടുത്താൽ മതി. പിന്നെ മെയിനായിട്ട് ഈഗോ മാറ്റി വെക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും യാത്രയിൽ ആസ്വദിച്ച് തിരിച്ച് നാട്ടിലെത്തി. അപ്പോൾ ഇൻഷാ അല്ലാഹ്